ഒരു ശ്രീനാരായണീയൻ്റെ കഥ മൂന്നാം ഭാഗമാണ്. 2000 തണ്ടി 4 തികഞ്ഞു ഒരു ദിനം കാണുവാൻ ചെന്നെത്തി വീണ്ടും പരിചിതൻ എന്നവൾ പടികൾ കടന്നു ഓർമ്മകളുരച്ചു ഞാൻ തീ ജ്വലിപ്പിച്ചു. ശ്രീ പവിത്രൻ സാറിൻ്റെ നായരമ്പലം സ്വദേശിയായ പവിത്രൻ സാറിൻ്റെ വീട്ടിലേക്ക് 2004 ഞാൻ കടന്നു ചെന്നു. വിജയദശമിയുടെ പിറ്റേ ദിവസം. വല്ലായ്മ വന്നു വലം വച്ചു നിന്നു ആത്മാഗതങ്ങൾ വിടർന്നങ്ങുചിത്തിൽ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലായ്മ വന്നു. കൊള്ളുന്ന വാക്കുകൾ തള്ളുന്നൊരുത്തൻ വന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തി ഇങ്ങനെയാണ്: കൊള്ളുന്ന വാക്കുകൾ തള്ളുന്നൊരുത്തൻ വന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവല്ലോ. വർഷങ്ങളേറെ കഴിഞ്ഞു ഒരു നാളിൽ ഈ വരവിൻ്റെ കാരണം എന്തായിരിക്കാം? വഴിതെറ്റി വന്നതല്ലെന്നു ഞാൻ ചൊല്ലി. അദ്ദേഹം എന്താണ് വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു: വഴിതെറ്റി വന്നതല്ലെന്നു ഞാൻ ചൊല്ലി, തിരുവാണി വീണ്ടും ഓർമ്മപ്പെടുത്തി, വാചാലമൗനം കൊഴിഞ്ഞങ്ങ് വീണു, ഓർമ്മകൾ ഉരച്ചു ഞാൻ തീ ജ്വലിപ്പിച്ചു. പഴയ വഴികാട്ടിപ്പലകയുടെ ആദർശം. താങ്കൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഞാനൊരു ശ്രീനാരായണീയനല്ല, ഞാൻ വെറും ഒരു വഴികാട്ടിപ്പലകയാണ് എന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഭാഷാലമൗനം കൊഴിഞ്ഞങ്ങ് വീണു, ഓർമ്മകൾ ഉരച്ചു ഞാൻ തീ ജ്വലിപ്പിച്ചു, കുട്ടിക്കിഴിച്ചുകൊണ്ട് ഓർമ്മകളെ മെല്ലെ വാമൊഴിയിലാക്കി തരത്തിനു തന്നു. വർഷങ്ങൾ 20 ഏറെ കഴിഞ്ഞും കാതോർത്തിരുന്നു ഞാൻ കഥനം ശ്രവിക്കാൻ. ചിത്തിൻ്റെ ചെപ്പു തുറന്നൊന്ന് വെച്ചു പുണരുന്നൊരോർമ്മകളെ ചുരുളാക്കി മാറ്റാൻ. കാവ്യം രചിക്കുവാനായിരുന്നില്ല, കാര്യങ്ങൾ അറിയുവാൻ ആകാംക്ഷ മാത്രം അന്നെന്നിൽ ഉളവായിരുന്നില്ല. കവിത ഇവണ്ണം എഴുതുമെന്നോർത്തില്ലതില്ലും. കർമ്മസൈദ്ധാന്തികൻ തെളിവെന്നു തേടി കാലങ്ങൾ എണ്ണിക്കിഴിച്ചു ഞാനെത്തി. കഥ ഇങ്ങനെ ഈ വണ്ണം അരളിത്തുടങ്ങി, വ്യതയാർന്ന കഥനങ്ങൾ എണ്ണിത്തുടങ്ങി. കർമ്മസൈദ്ധാന്തികൻ എന്ന് ഞാൻ എന്നെ വിശേഷിപ്പിച്ചിരിക്കുവാൻ കർമ്മത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കുക എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഗദ്ഗതം വന്നങ്ങു തടസ്സം പറഞ്ഞു, നിമിഷങ്ങൾ എന്നെ തഴഞ്ഞങ്ങു നീങ്ങി. അദ്ദേഹത്തിന് ഗദ്ഗതം വന്നു. കണ്ടങ്ങൾ യാചിച്ചു ജലധാര അല്പം നേത്രങ്ങളിൽ നിന്ന് സുതയായി വന്നു. താപത്രയത്തിൻ്റെ കണ്ണുനീർധാര പശ്ചാത്താപത്തിനമൃതായി മാറി. തടസ്സങ്ങൾ നീക്കി പറഞ്ഞങ്ങ് വീണ്ടും പാഠമാകട്ടെ എൻ കഥനങ്ങളാക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർധാരിതയായി അരയായി ഒഴുകി കണ്ണങ്ങൾ ഇറങ്ങി. ധനധാന്യമോഹം വെടിഞ്ഞിട്ട് വേണം ദർശനാഗാഥകൾ പാടുവാൻ ലോകം. ഈ സമയത്ത് അദ്ദേഹം തന്ന ഉപദേശം എനിക്കിതാ. പണ്ട് പറഞ്ഞ ഉപദേശമല്ല, നേരെ തിരിച്ച്. ധനധാന്യമോഹം വെടിഞ്ഞിട്ട് വേണം ദർശനാഗാഥകൾ പാടുവാൻ ലോകം. ദർശനത്തെക്കുറിച്ച് പറയുന്നവർ നിസ്വാർത്ഥരായിരിക്കണം എന്നുള്ളതാണ്. അധികാരമോഹം അന്തിവിരങ്ങൾ വന്നാൽ അന്ധകാരത്തിൻ്റെ കഥനങ്ങളെണ്ണം. നാൽക്കാലി പോലും നടക്കുന്ന നേരം നാലുകാലും ദിശക്കൊത്തങ്ങു നീങ്ങും. ഇരുകാലിയാകുന്ന മാനവൻ മാത്രം വഴിതെറ്റി നീങ്ങുന്നു വിപരീത ദിക്കിൽ. രണ്ടു വള്ളത്തിൽ ചവിട്ടുന്നതാന്തൻ നിലതെറ്റി വീഴുന്നു സാഗരം തന്നിൽ. സതിയായിടേണ്ടത് ഈ മോഹങ്ങളത്രേ, ഗതി പൂകിഴേണ്ടതോ മനസ്സെന്ന മുതിരം. ആതിഥേയൻ തൻ്റെ ചിത്തം കുതിർന്നു, മനസ്സിൻ്റെ താളങ്ങളോളങ്ങളായി പണ്ടങ്ങുരച്ചോരു വേതാളതാളം പൊങ്ങിപ്പതഞ്ഞു പിളർക്കുന്നു നെഞ്ചം. മോഹബദ്ധന്തനായ അന്നു ഞാനോതി, അദ്ദേഹം പറയുക, മോഹബദ്ധന്തനായ അന്ന് ഞാനോതി വങ്കത്തരങ്ങളെ ബുദ്ധിഭ്രമത്താൽ ദേഹം തുടർന്നു കഥനങ്ങൾ വീണ്ടും. വർഷങ്ങൾ 20 തികഞ്ഞു ഒരു നാളിൽ സ്വയം അങ്ങ് വിരമിച്ചു സർവീസിൽ നിന്ന് പകരം പുണർന്നങ്ങ് രാഷ്ട്രീയ വേദി. മതന്യൂനപക്ഷത്തിന് അധികാരവേദി വാഴ്ത്തിടപ്പെട്ടു ഞാൻ അധികാരിയായി. പകരം കൊടുത്തു ഞാൻ ചൂടുള്ള വാണി. മതമൈത്രി മന്ത്രം മതമാക്കിയൊരുവൻ വിദ്വേഷമന്ത്രത്തിന് അധികാരിയായി. ചുരുക്കം പറഞ്ഞാൽ ഫിഷറീസ് ഓഫീസർ എന്ന സർവീസിൽ 20 വർഷം തികഞ്ഞപ്പം രാജിവെച്ച് മദനിയുടെ പാർട്ടിയിൽ ചേർന്നു. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അവരോധിക്കപ്പെട്ടു. അങ്ങനെ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പകരം മതന്യൂനപക്ഷത്തിന് അധികാരവേദി വാഴ്ത്തിടപ്പെട്ടു ഞാൻ അധികാരിയായി.
പകരം കൊടുത്തു ഞാൻ ചൂടുള്ള വാണി. മതമൈത്രിമന്ത്രം മതമാക്കിയൊരുവൻ വിദ്വേഷമന്ത്രത്തിനധികാരിയായി തിക്കിട്ടൊരുക്കിയൻ വാചാലവേദി വാക്കിൻ്റെ വാചാല വാടകത്തല്ലൽ. ഒരു സന്ധ്യവേളയിൽ തീപടർന്നാളി തമിഴ്നാട്ടിലൊരിടത്തു തീ കത്തിയാളി. കത്തിക്കരിഞ്ഞേറെ ജീവൻ്റെ നാളം പൊട്ടിപ്പൊളിഞ്ഞേറെ ഹൃദയത്തുടിപ്പ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനമാണ് ഇവിടെ പറയുന്നത്. ശ്രീ അഡ്വാനിജിയെ വധിക്കുവാൻ വേണ്ടി നടത്തിയ ബോംബ് സ്ഫോടനം. അതിൽ അഡ്വാനിജി പെട്ടില്ല. അഡ്വാനിജി വൈകിയത് കാരണം രക്ഷപ്പെട്ടു. കുറ്റങ്ങളില്ലാത്ത ലോകത്തിലെത്രേ മതമെന്ന ഭ്രാന്തിൻ്റെ ഭ്രാന്താട്ടമെല്ലാം ചിതറിത്തെറിച്ചേറെ സ്വപ്നങ്ങളന്ന് എൻ്റെ സ്വപ്നങ്ങളും ചിന്നിച്ചിതറി. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ചിന്നിച്ചിതറി. മതപാർട്ടി നേതാവ് അഴിക്കുള്ളിലായി, മദിനി അഴിക്കുള്ളിലായി. പുൽകി ഞാനെന്നൊരു രാഷ്ട്രീയം കഷ്ടിച്ചു ഞാൻ എൻ്റെ തടിയൂരിയെന്ന്. വരമായി വന്നെൻ്റെ ഗുരുവാണിയെന്ന്. നെറുകേടിനെതിരായി നിയമങ്ങളില്ല തടിയൂരി ഞാനെങ്ങനെ അഴിയെണ്ണിടാതെ. അധികാര സോപാന കൊതി പൂണ്ട ഞാനും അധികാര സോപാന സതിയായി മാറി. സോപാന കൊതി കൊണ്ട ഞാനും അധികാര സോപാന സതിയായി മാറി. നിയതിതൻ നീതിയും നിതരം നടന്നു. പഴുതൊന്നുമില്ലാത്ത നിയമങ്ങളത്രേ. വിധിയെന്ന നീതിപീഠത്തിൻ്റെ മുൻപിൽ സമിതിക്കു ചെന്നു ഞാൻ ഹാജരായി വീണ്ടും. ന്യായം കുറച്ചെൻ്റെ ഭാഗത്തുമുണ്ടേ. വാദങ്ങൾ എണ്ണിപ്പെരുക്കി ഞാൻ ചെന്നു. പണ്ഡിതനാണല്ലോ, തൻ്റെ ന്യായവാദങ്ങളൊക്കെ അവിടെ നിരത്തി. നിയതി എന്ന നീതിപീഠത്തിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ എന്നെ തുറിച്ചങ്ങു നോക്കി. വഴിപൊട്ടി നിന്നെൻ്റെ ന്യായവാദങ്ങൾ സമിതിക്കു ചെന്നു ഞാൻ സഹതാപമാർന്നു. തകടം മറിഞ്ഞെൻ്റെ ധർമ്മജ്ഞഭാഗം ശകടം മറിഞ്ഞു ഞാൻ തലകുത്തി വീണു. സതയം വഴങ്ങി ഞാൻ ന്യായാധിപനെ. ധർമ്മജ്ഞനെന്നുള്ള പാപം തകർന്നു. സഹതാപമാർന്നു ഞാൻ സതയം വഴങ്ങി. ഞാനെന്നുള്ള പാപം വെടിഞ്ഞു. സന്തപ്തനായി ഞാൻ മാപ്പം നിരന്നു. മൗനം ത്യജിച്ചു വിധി വീണപ്പോൾ സഹതാപമാർന്നു നിരീക്ഷിച്ചു ചൊല്ലി. വിധിയുടെ വിധി ഇങ്ങനെയായിരുന്നു. ചരളം വെടി തനമിന്നു ദാനമായി നൽകിടാം നിൻ്റെ അർത്ഥാംഗിണിക്കുള്ള സേവയ്ക്കു വേണ്ടി. ചലനം വെടിഞ്ഞെൻ്റെ സാവിത്രി ഇപ്പോൾ ശവമെന്ന പോലെ കിടക്കുന്നതുണ്ട്. അകത്ത് കിടക്കുന്നു. ശവമെന്ന പോലെ അകത്ത് കിടക്കും. ചലനം വെടിഞ്ഞെൻ്റെ സാവിത്രി ഇപ്പോൾ ശവമെന്ന പോലെ കിടക്കുന്നതുണ്ട്. ദിവസങ്ങൾ എണ്ണിക്കിഴിക്കുന്ന നാരി മലമൂത്രഗന്ധം വമിക്കുന്ന മുറിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മാത്രമായിട്ടേ വിധി അങ്ങ് തന്നെൻ്റെ ദേഹം സ്വതന്ത്രം. പിഴവേറുവൻ്റെ ഈ കർമ്മപാണ്ഡത്തെ കഴുകിക്കളഞ്ഞടാം ശേഷിച്ച ജന്മം. ജ്ഞാനിയാണെന്നുള്ള ഭാവം നിമിത്തം നിപതിച്ചു പോയി ഞാൻ നാരായണായ. വിധിയുടെ വിധി ഇതായിരുന്നു. ആര്യ തളർന്ന് കിടക്കുന്നു. മലമൂത്രഗന്ധം കാരണം ഞങ്ങളെ അകത്തേക്ക് അവരെ കാണുവാൻ പോലും അദ്ദേഹം അനുവദിച്ചില്ല. ഞാൻ അനവധി തവണ ആ വീട്ടിൽ നിന്ന് ആ മകളയുടെ കയ്യിൽ നിന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല. വിധിയുടെ വിധി. അഴിയട്ടെ എൻ്റെ ഈ അപരാധമെല്ലാം. അതുവരെയും അതിരത്തിന് ആരാമമാകാം. നാരായണ എന്ന നാമം നിമിത്തം മാപ്പാക്കിടുന്നു മറ്റപരാധമല്ല. കപടമായി പോലും പറഞ്ഞേറെ നാമം വിഫലമാകില്ല ഈ ഗുരുദേവ മന്ത്രം. അതുകൊണ്ട് മാത്രം ഈ തടിയൂരി എന്നേ മനമൊത്തു തലവും നടക്കണമല്ലോ. കപടങ്ങളില്ല പടങ്ങളില്ല ഇനി ഗുരുശങ്കരാചാര്യ ചരണങ്ങളെന്നും. അടിയട്ടെ എൻ്റെ ഈ അപരാധമെല്ലാം. അതുവരെയും അതരത്തിനാരാമമാകാം. ഹൃദയം തുറന്നയാൾ കഥനങ്ങളെണ്ണി ഇഹലോകവാസത്തിന് ഉതകട്ടയാർക്കും. അഭിശബ്ദമായ എൻ്റെ കഥനോപകാരം ശുഭചിന്തകൾക്കുള്ള വളമായിടട്ടെ. അഭിശബ്ദമായ എൻ്റെ കഥനോപകാരം ശുഭചിന്തകൾക്കുള്ള വളമായിടട്ടെ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. തന്നെ ഗുരു ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അതെ, ഗുരു ശിക്ഷിച്ച് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി എൻ്റെ ശരീരം എനിക്ക് തിരിച്ചു തന്നു എന്നാണ് പറഞ്ഞത്. നമസ്കാരം.